ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കുട്ടികളുള്ള എല്ലാ വീട്ടിലെയും കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. എന്താണെന്നല്ലേ, ചുവരുകളിലും മറ്റും വരച്ചിരിക്കുന്ന ക്രയോൺസിൻ്റെയും മറ്റും പാടുകൾ എങ്ങനെ ഹോം റെമഡീസ് ഉപയോഗിച്ച് ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കുറച്ചുകൂടി അടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഭാഗത്ത് വളരെ ഹാർഡായിട്ടാണ് മഹിക വരച്ച് വെച്ചിരിക്കുന്നത്. മഹികയാണ്, ഞങ്ങളെ മോളാണ്. അവൾ വരച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ഹോം റെമഡീസ് ഉപയോഗിച്ച് പോവോ എന്നുള്ളതാണ്, ഇത്രയും ഹാർഡായിട്ടുള്ളതും പോവോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ബിഫോർ ഒന്ന് കാണാൻ വേണ്ടി, ബിഫോറും ആഫ്റ്ററും ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കുന്നത്. ആദ്യത്തെ റെമഡി ഡിഷ് വാഷും കുറച്ച് വിനേഗറും തമ്മിൽ മിക്സ് ചെയ്തിട്ട് ട്രൈ ചെയ്യുന്നതാണ്, റബ്ബ് ചെയ്ത് ട്രൈ ചെയ്യുന്നതാണ്. നമുക്ക് ആദ്യം അത് ട്രൈ ചെയ്യാം. കുറച്ച് ഡിഷ് വാഷും കുറച്ച് വിനേഗറും മിക്സ് ചെയ്തിട്ട് സ്ക്രബ്ബർ കൊണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലും ക്രയോൺസിൻ്റെ മുകളിലൊന്ന് റബ്ബ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഏരിയ. നമ്മൾ ആദ്യം കുറച്ച് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത്, ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ ആക്ച്വലി പോകുന്നുണ്ട്, കാണുന്നില്ലേ? വളരെ അതെ, ഇങ്ങനെ കുറേശ്ശെയാണെങ്കിലും പോകുന്നുണ്ട്. റബ്ബ് ചെയ്തിട്ട് പോകുന്ന ഭാഗങ്ങൾ അപ്പോൾ തുടച്ചെടുക്കണം. അതാ നന്നായി പോകുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങി പിടിക്കും. ചെയ്യുന്ന ഭാഗങ്ങൾ പോയി എന്ന് തോന്നുന്ന ഭാഗങ്ങൾ അപ്പോൾ നമ്മൾ തുടച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ റബ്ബ് ചെയ്യുന്നത് പെൻസിലിൻ്റെ മാർക്സ് ഉള്ള ഭാഗത്താണ്. പെൻസിലിൻ്റെ മാർക്സും ക്രയോൺസിൻ്റെ മാർക്സും എല്ലാം ഒരുപോലെ ഈ റെമഡിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഹാർഡായിട്ട് വരച്ചുകൊണ്ടിരുന്ന ഭാഗമാണ്, വരച്ച് വെച്ച ഭാഗമാണ്. ആ ഭാഗം പൂർണ്ണമായിട്ടും ഇപ്പോൾ പോയിട്ടുണ്ട്. ചെറിയ ഇതേ ഉള്ളൂ. അവിടെ ഒന്നും കൂടി ഒന്ന് ഹാർഡായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടി ക്ലീൻ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ആദ്യത്തെ റെമഡി വർക്കിംഗ് ആണ്. ഇനി രണ്ടാമത്തെ റെമഡി നമുക്ക് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് റെമഡി ടൂത്ത് പേസ്റ്റും വിനേഗർ യൂസ് ചെയ്തിട്ടാണ്. ലേശം ടൂത്ത് പേസ്റ്റും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വിനേഗറും ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളം ഒന്ന് ഡൈല്യൂട്ട് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു മിശ്രിതമാണ് നമ്മൾ ക്രയോൺസിൻ്റെ പാടുള്ള ഭാഗത്ത് ചെയ്തു കൊടുക്കേണ്ടത്. ഈ റെമഡി ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു പോർഷനാണ് റബ്ബ് ചെയ്ത് നോക്കുന്നത്. ഈ മിശ്രിതം ഉപയോഗിച്ചിട്ട് ഈ ഏരിയ നന്നായി റബ്ബ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ്റ് കൂടി പോന്നു പോവും. ഇതെനിക്ക് കുറച്ചൊരു ഫോഴ്സ് ഉപയോഗിക്കാൻ വരുന്നുണ്ട് ഒന്നുകൂടി റിമൂവ് ആവാൻ. ആദ്യത്തെ റെമഡി കുറച്ചുകൂടി നല്ലതായിരുന്നു, പെട്ടെന്ന് റിമൂവ് ആവുന്നുണ്ടായിരുന്നു. ഇതും മറ്റേ പോലെ തന്നെ ക്ലീൻ ചെയ്ത് അപ്പോൾ ഇങ്ങനെ തുടച്ചെടുക്കണം റബ്ബ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ അവിടെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് വീണ്ടും എവിടേക്കാണ് റിമെയിൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആ ഭാഗങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി റബ്ബ് ചെയ്ത് കൊടുക്കുക. നന്നായി റബ്ബ് ചെയ്ത് കൊടുത്ത് തുടച്ചെടുക്കുക. സോ ദിസ് ഈസ് ദ ഫൈനൽ റിസൾട്ട്. ഈ വോൾ മൊത്തം ക്രയോൺസ് കൊണ്ട് വരഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കുറച്ച് മുമ്പേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഹോം റെമഡി മാത്രം ഉപയോഗിച്ച് റബ്ബ് ചെയ്ത് കളഞ്ഞതാണ്. ഒരു കല പോലും ബാക്കി വരാതെ മുഴുവനായിട്ടും ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഹോം റെമഡി കൊണ്ട് മാത്രം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്